എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസത്തിന് ശേഷം ആണ് നമ്മൾ കാണുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നേരത്തെ ചർച്ച ചെയ്തു അല്ലേ? നന്നായി ചിരിക്കണം, മടി കൂടാതെ സംസാരിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പോവാം. ഒരു നല്ല ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആവണമെങ്കിൽ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് പറയുന്നത് കേട്ടോ. മുമ്പ് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പം പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മളെപ്പോഴും നടക്കുമ്പോൾ നിവർന്ന് നടക്കുക. ചില ആളുകൾ കാണും കൂനി നടക്കുന്നത്, ഇങ്ങനെയൊക്കെ കൂനി തലയുയർത്താതെ നടക്കുമ്പോൾ ഒരു സ്റ്റൈലിനൊക്കെ ഒരു അപാകത, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അപാകത ഫീൽ ചെയ്യാം. ചിലപ്പോൾ നമ്മളും അങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാരാവും. പക്ഷെ നമ്മളിലേക്ക് ഒന്ന് നിരീക്ഷിക്കുക, ഞാൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. നമ്മൾ ആരും ഒന്നും ചെയ്യാത്തൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ കാണുന്നില്ല, നമ്മൾ നമ്മളിലേക്ക് നോക്കുന്നില്ല. നമ്മൾ മറ്റുള്ള പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്, മറ്റുള്ളവരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ, നമ്മളെങ്ങനെയാണ് നടക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്, നമ്മൾ തല കുനിച്ചാണ് നിവർന്നല്ല നടക്കുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. നമ്മളൊരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആവില്ല. നമ്മൾ തല നിവർത്തി നെഞ്ചു വിരിച്ച് നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂടും. തല നിവർത്തി നെഞ്ച് നിവർത്തി നടക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അതൊരു നല്ലൊരു ഗുഡ് ലീഡറുടെ ലക്ഷണമാണ്. നിങ്ങൾ വലിയ വലിയ ലീഡേഴ്സൊക്കെ നടക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഓരോ പ്രോഗ്രാംസിൽ യൂട്യൂബിലൊക്കെ തിരഞ്ഞാൽ ഒബാമ, അങ്ങനെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അവരൊക്കെ എങ്ങനെ നടക്കുന്നു, വളരെ അവർ തലയുയർത്തിയൊക്കെയാണ് നടക്കുന്നത്. അതായത് നമ്മളുടെ ബോഡി ലാംഗ്വേജ് നമ്മളെ സ്വാധീനിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് പല കാര്യങ്ങളിലും. കൂനിയുള്ള നടത്തങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ ചലനാത്മകത, നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ വിജയത്തിനെ ബാധിക്കും. നമ്മൾ സക്സസ് ആവണമെങ്കിൽ നല്ലൊരു ബോഡി ലാംഗ്വേജ് നമുക്ക് വേണം. അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങളിത് നന്നായി കേൾക്കുമെന്ന്. നിങ്ങൾ നല്ല നിവർന്ന് നടക്കൂ, ഉഷാറായി നടക്കൂ, നല്ല എനർജറ്റിക് ആവൂ. ഒന്നും കൂടി പറയുകയാണ്, നിവർന്നുകൊണ്ട് തല നിവർത്തി നെഞ്ചു വിരിച്ച് വേണം നടക്കാൻ. ആരുടെ മുന്നിൽ തല കുനിയരുത്, നെഞ്ച് വിടർത്തി തല നിവർത്തി നടക്കുക. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ആവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ്, നന്നായി ചിരിക്കുക, ആദ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവർ എന്ത് നമ്മളെക്കുറിച്ച് പറയുന്നെന്ന് അത് ശ്രദ്ധിക്കാതിരിക്കുക. പിന്നെ തല നിവർത്തി നടക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് ഇതുപോലെ നല്ലൊരു പോയിന്റ്, കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള നല്ലൊരു പോയിന്റ് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചിരുന്നതായിരിക്കും. വണക്കം.